ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഈ അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാമല്ലോ, ഏതൊരു ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ലഭിക്കുവാൻ വേണ്ടി, പുതിയ അപ്ഡേഷൻ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഒന്ന് ആ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കാണും, സൈഡിലായിട്ട് അപ്ഡേറ്റ് എന്ന് കാണും. ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി അപ്ഡേറ്റ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മാത്രം മതി. ഇവിടെ അപ്ഡേഷൻ ആയിക്കഴിഞ്ഞു, ഓപ്പൺ ആക്കാം. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റ ഓപ്പൺ ആയി. ഇനി നമുക്ക് താഴെ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. നമ്മളിനി ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ കാണാം, സെറ്റിങ്സ് കാണാം. ആ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് അപ്ഡേറ്റ് മെസ്സേജിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ കഴിയും. നമ്മുടെ ഈ അപ്ഡേറ്റിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് താഴെ കാണുന്ന അപ്ഡേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ കാണുന്ന സ്കിപ്പ് ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കിലേക്ക് വരാം. ഓക്കെ, ബാക്ക് അടിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് കണ്ടല്ലോ, നേരത്തെ ഈ മെസ്സേജിങ്ങിൻ്റെ ഓപ്ഷൻ ഒരു എയറോപ്ലെയിൻ പോലെയായിരുന്നു, ഇപ്പോൾ നമ്മുടെ മെസ്സഞ്ചർ പോലെയായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ മെസ്സേജിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ചാറ്റ് നമ്മളൊന്ന് ഓപ്പൺ ആക്കാം. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ആക്കുവാണ്. അപ്പോൾ ഇൻസ്റ്റയിലെ ചാറ്റിലാണ് പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന്. നമുക്ക് സൈഡിലായിട്ട് സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ സെൽഫി എന്നൊരു പുതിയൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ലൈവായി തന്നെ നമ്മുടെ സെൽഫി എടുത്തിട്ട് ഒരു സ്റ്റിക്കേഴ്സ് രൂപത്തിൽ നമുക്ക് അവർക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ നേരത്തെ നമുക്കൊരു മെസ്സേജിന് റിയാക്ഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലവ് മാത്രമേ കാണുകയുള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇഷ്ടം പോലെ റിയാക്ഷൻസ് കാണാൻ കഴിയും. സൈഡിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് നമുക്ക് റിയാക്ഷൻ ആയിട്ട് കൊടുക്കാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ തീം ചേഞ്ച് ചെയ്യാൻ കഴിയും. നമുക്ക് ഈ ഒരു ചാറ്റിങ്ങിന് സ്പെഷ്യൽ തീം നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇഷ്ടം പോലെ തീംസ് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് നോക്കാം. ഒരാളുടെ ചാറ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയ ശേഷം താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ വാനിഷ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഓൺ ആയി കഴിഞ്ഞു. അതായത് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് അവർ സീൻ ആക്കിയാൽ ഉടൻ ആ മെസ്സേജ് ഡിലീറ്റ് ആയി പോകുന്നതാണ്. അതായത് നമ്മുടെ വാട്സപ്പിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് വന്ന പോലെ ഡിസപ്പിയറിംഗ് മെസ്സേജ് 7 ദിവസം കൊണ്ട് ഡിലീറ്റ് ആവുകയാണ്. ഇതങ്ങനെയല്ല, അവർ എപ്പോൾ ഓൺ ആക്കിയിട്ട് സീൻ ആക്കുന്നോ അപ്പം തന്നെ ആ മെസ്സേജ് ഡിലീറ്റ് ആവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻസ്റ്റ അപ്ഡേറ്റുകൾക്കും വാട്സപ്പ് അപ്ഡേറ്റുകൾക്കും എല്ലാ അപ്ഡേറ്റുകൾക്കും ടെക്നോളജി വീഡിയോസിനും വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം.